أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا زدنا علما نافعا رزقا طيبا وعملا متقبلا مني يا رب العالمين. اللهم صل على محمد وعلى آل محمد. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ സൂറത്ത് നൂറിലാണ്, 11ാമത്തെ ആയത്താണ് ഇനി പറയാനുള്ളത് ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدني علما نافعا رزقا طيبا وعملا متقبلا آمين يا رب العالمين. اللهم صل على محمد وعلى آل محمد. അൽഹംദുലില്ലാഹ്. ഈ ഒരു കഥ, 10ാമത്തെ ആയത്ത് മുതലുള്ള കഥ, നമ്മുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഉണ്ടായിട്ടുള്ള ഒരു അപവാദ പ്രചരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ആയത്തും അതിനോടനുബന്ധിച്ച കഥയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അത് ലോക മുസ്ലിങ്ങൾക്ക് മുഴുവനും പാഠമാകേണ്ട ഒരു കഥ ആയതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഇതില് പറഞ്ഞത്. അത് പറയാനുണ്ടായ കാരണം അതാണ്. കാരണം അന്ന് അവിടെ നടന്ന ഒരു ചെറിയ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ലോകത്തിന് മുഴുവൻ അത് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്, നമ്മൾ അതിൽ നിന്ന് എടുക്കേണ്ട ഒരുപാട് നന്മകളുണ്ട്, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് തിന്മകളുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ എത്ര തന്നെ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞാലും നമ്മളെ ഒരു നിമിഷത്തെ നമ്മുടെ ഒരു ഒരു അവസരോചിതമല്ലാത്ത സംസാരം അത് എത്രത്തോളം വലിയ ദുൽമായി മാറുമെന്നും അത് എത്രത്തോളം വലിയ പാപമായി മാറും എന്നുള്ളതുമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സത്യവിശ്വാസികളിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഈ അപവാദ പ്രചരണത്തിന് നിന്നതും എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാണിക്കുന്നത്. അപ്പൊ സത്യവിശ്വാസികളാണെന്ന് വിചാരിച്ചിട്ട് അവരിൽ നിന്ന് തിന്മ വരാതിരിക്കൂല എന്നുള്ളതല്ല, പക്ഷെ തിന്മ വരാതിരിക്കാന് അവർ പരമാവധി പരിശ്രമിക്കണം എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതെങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്, സത്യവിശ്വാസികൾ എങ്ങനെയാണ് ഒരു അപവാദങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അനാവശ്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് അവർ പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഓക്കെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ എല്ലാവരും നമുക്ക് ഉമ്മമാരായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് മക്കൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കൊരു സമൂഹം, ഒരു സന്തതി പരമ്പരകള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പം അത് മകളായിരുന്ന പിന്നെ ഫാത്തിമ ബീവിയിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ എന്ന് പറയാവുന്നത് കൊടുത്തിട്ടുള്ളത്. പക്ഷെ സ്ത്രീകളുടെ നിന്ന് ഉണ്ടാവുന്ന പരമ്പരയെ ഒരു പുരുഷന്റെ കുടുംബത്തിലേക്ക് ചേർക്കൂല. പുരുഷന്മാരുടെ കുടുംബത്തിലേക്ക് ചേർക്കുന്നത് പുരുഷന്മാരിലൂടെ ഉണ്ടാവുന്ന പരമ്പരകൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പരമ്പരയായിട്ട് നമ്മൾ കണക്കാക്കാറില്ല ഇസ്ലാമില്. അത് പിന്നെ ഈ ഭാര്യമാർക്കാണെങ്കിൽ മക്കൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭാര്യമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ദുനിയാവിൽ ഒരാൾക്കും അവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവര് എത്ര തന്നെ പ്രായം കുറഞ്ഞവരായാലും, ആയിഷ ബീവിന്റെ ഒക്കെ പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആയിഷ ഉമ്മന്റെ പ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 വയസ്സിന്റെ അടുത്തേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഹദീസുകളിലൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ 18 വയസ്സിന്റെ അടുത്തുള്ള ഒരു സ്ത്രീ, അതും അത്രയും ഭംഗിയായിരുന്നു എന്നാണ് ആയിഷ ബീവിന്റെ ഭംഗിയെ കുറിച്ചൊക്കെ, അത്രയും ഭംഗിയുള്ള സ്ത്രീയായിരുന്നു ആയിഷ ബീവി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്നിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മറ്റൊരു ആൾക്ക് ഭാര്യയാക്കി വെച്ചിട്ടില്ല. അവർക്ക് റസൂല് മാത്രമേ ഉള്ളൂ. റസൂലിന്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ദുനിയാവിൽ ജീവിച്ച് അവർ അള്ളാഹുലേക്ക് മടങ്ങി അവിടെ പരലോകത്ത് വെച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ തന്നെ അവർക്ക് ഭർത്താവായിട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവരെ വേറൊരാൾക്കും അനുവദിച്ചു കൊടുക്കാതിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരുപാട് സഹാബികൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു ആയത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, റസൂലിന്റെ ഭാര്യമാര് മറ്റുള്ളവർക്ക് നിഷിദ്ധമാണെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആ ഒരു കാരണം കൊണ്ട് അവരാരും പിന്നീട് വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. അവര് എത്രയോ കാലഘട്ടങ്ങൾ പിന്നെ ജീവിച്ചിട്ടുണ്ട്. 18 വയസ്സുള്ള ആയിഷ ബീവി വഫാത്താവുമ്പം 50 കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും കാലഘട്ടങ്ങൾ അവര് ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ അന്ന്
ജീവിച്ചിരുന്നത് അത്രത്തോളം പവിത്രകളായിക്കൊണ്ടായിരുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആയത്തിറങ്ങുന്നതും ആ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവരുടെ പവിത്രത, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പവിത്രത പഠിപ്പിക്കുകയാണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നമുക്ക് ഉമ്മമാരാണ്. ആ ഉമ്മമാരെ കുറിച്ചുള്ള കഥയാണ് നമ്മൾ ഇവിടെ കേൾക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ നമുക്കത് പഠിക്കാനും ജീവിതത്തിൽ അത് ഏറ്റവും ഹൈറായ രീതിയിൽ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ആ കഥയിലേക്കാണ് പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിലുണ്ടായിട്ടുള്ള ഒരു ആരോപണമാണ്. ഓക്കെ, അതിന്റെ ആ ഒരു കഥ തുടങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹയും അവരുടെ കുടുംബത്തിന്റെയും ശ്രേഷ്ഠതയെ കുറിച്ചിട്ടും മഹത്വത്തെ കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ഹദീസ് ഇങ്ങനെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി അവരുടെ ജ്യേഷ്ഠ സഹോദരിയുടെ പുത്രനായ ഉർവ റളിയല്ലാഹു അൻഹു മുതലായവർ ഉദ്ധരിക്കുന്നു. ഈ കഥകളൊക്കെ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവരുടെ ഭാര്യമാര് തന്നെ ഈ കഥകള് ആളുകൾക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അതായത് അവരൊരിക്കലും മറയ്ക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ സഹാബികള് അവരുടെ ആയിഷ ബീവിയുടെ വീട്ടിന്റെ മുമ്പില് അവിടെ പുറത്തവിടെ ഇരിക്കുമായിരുന്നു ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് അവർ എഴുതിയെടുത്ത് അവർ രേഖപ്പെടുത്തി വെച്ചതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം അതിൽ പെട്ടതാണ് ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല യാത്രയ്ക്കും ഉദ്ദേശിക്കുമ്പോൾ ഭാര്യമാർക്കിടയിൽ നറുക്കിടുകയും ആരുടെ പേരാണ് കിട്ടിയതെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുക പതിവായിരുന്നു. അങ്ങനെ ഒരു പടയെടുപ്പ് യാത്രയിൽ എന്റെ പേര് വന്നു. അതായത് ആയിഷ ബീവിയാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, എന്റെ പേര് വന്നു. ഇത് സ്ത്രീകൾ പർദ്ദ ആചരിക്കണമെന്ന് കൽപ്പിക്കുന്ന ആയത്ത് അവതരിച്ചതിന് ശേഷമായിരുന്നു എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരൊക്കെ മറക്ക് പിറകിലേക്ക് മാറിയതിന് ശേഷമാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചിട്ടുണ്ട് അവര് ജനങ്ങൾക്ക് മുന്നിൽ മറയിട്ട് ഇരിക്കണമെന്ന്. അപ്പം സത്യവിശ്വാസികൾ അങ്ങനെ ആയിരിക്കണമെന്ന്. അതുകൊണ്ടാണ് നിക്കാബിന്റെ ആ ഒരു ഇത് ഉണ്ടായതും അതുകൊണ്ടാണ്. അതായത് സത്യവിശ്വാസികളാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിക്കുകയാണ് നിക്കാബ് ധരിക്കുന്ന ആളുകൾ ശരിക്കും ചെയ്യുന്നത്. അത് നിർബന്ധമാണെന്നും പറയുന്നുണ്ട്, നിർബന്ധമല്ല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണെന്ന് പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ഒരു സത്യവിശ്വാസിയായിരിക്കുന്ന ഒരു സ്ത്രീ എപ്പോഴും എന്തായിരിക്കണം? എപ്പോഴും ലജ്ജയുള്ളവളായിരിക്കണം. ലജ്ജ എന്തായാലും നിർബന്ധമായിട്ട് അവൾക്ക് വേണം. ഒരാളുടെ മുന്നില്, അന്യ പുരുഷന്മാരുടെ മുന്നില് അവളുടെ സീനത്ത് കാണിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കരുത് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് നിക്കാബിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അവർക്കത് ആളുകളെ മുന്നിൽ എന്റെ സീനത്ത് കാണിക്കണ്ട എന്ന് അവർ നിശ്ചയിച്ചാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് അവർ മാറിയത് തന്നെയാണ്. അതിന്റെ പേരിൽ അത് അത് വേണ്ടതാണോ, അത് വേണ്ടാത്തതാണോ, അത് നിർബന്ധമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വരാറുണ്ട്. അതിന്റെ ആൻസർ ഇതാണ്: അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ. നിങ്ങൾക്ക് നിക്കാബിലേക്ക് മാറാന് നിങ്ങളുടെ ദീനത്ത് നിങ്ങൾക്ക് ഒരു ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ജനങ്ങൾ മുന്നിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ എന്തെങ്കിലും ഫിത്ന വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിക്കാബിലേക്ക് മാറാം. അല്ലാതെ നിങ്ങൾ നിക്കാബ് ധരിക്കാതെ നിങ്ങള് പിന്നെ മുഖം തല മറച്ചുകൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഹൈറുണ്ട്, അതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടിലും ഏറ്റവും ഉത്തമം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിക്കാബിലേക്ക് മാറുന്നതാണ് ഏറ്റവും ഉത്തമം. അത്രേ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളൂ, അത്രേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ മുകളിൽ ഇനിയൊരു ഫിത്ന ഉണ്ടാക്കുകയും അതിന്റെ മുകളിൽ ഒരു ചർച്ച നടത്തേണ്ട ഒരു കാര്യമില്ല. ആളുകൾ വന്നിട്ട് ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പൊ അതിന്റെ ആൻസർ ഇതാണ്. ഓക്കെ, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളെ നറുക്കിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ യാത്രയിലും ഒപ്പം കൊണ്ടുപോകുമായിരുന്നു. അന്നത്തെ പ്രാവശ്യം നറുക്കിട്ടപ്പം ആരാണ് വന്നത്? ആയിഷ ബീവിന്റെ പേരാണ് വന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അവര് നിക്കാബിലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതായത് മറയണം, അന്യപുരുഷന്മാർക്ക് മുമ്പിൽ അവർ മറിഞ്ഞിരിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒരു ആയത്തുണ്ട്. ഓക്കെ, നമ്മൾ പഠിക്കും പിന്നീട്. അപ്പൊ ആ ആയത്ത് അവതരിച്ചതിന് ശേഷമാണ് ഇത് വന്നത് എന്നുള്ളതാണ്. അതിനാൽ ഒരു കൂടാരത്തിലായിക്കൊണ്ടാണ് എന്നെ വാഹനത്തിൽ ഏറ്റുകയും ഇറക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവര്
ആളുകളൊപ്പം ഒരേപോലെ ആളുകളുടെ കൂടെ നടക്കാന് ആ സ്ത്രീകൾക്ക് പാടുള്ളതായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒരു കൂടാരത്തിന്റെ ഉള്ളിലായിരുന്നു എന്നാണ്. അവര് പുറത്തേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാറുണ്ടായിരുന്നില്ല. അപ്പം അവരെ വാഹനത്തിലായിരുന്നു കൊണ്ടുപോയിരുന്നത്. അതായത് വാഹനം എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പുറത്ത് ഒരു കൂട് പോലെ കെട്ടിയിട്ട് ആ കൂട്ടിന്റെ ഉള്ളിലായിരുന്നു അവർ ഇരുന്നിരുന്നത്. എല്ലാവരും പോലെ തുറന്നിട്ട ഒട്ടകപ്പുറത്തായിരുന്നില്ല അവർ യാത്ര ചെയ്തിരുന്നത് എന്ന്. അങ്ങനെ ഞങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ മദീനയുടെ അടുത്തുള്ള ഒരു താവളത്തിൽ ഇറങ്ങി. അതായത് എപ്പോഴും യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മള് കുടുംബങ്ങളെ അറിയിച്ചിട്ട് മാത്രമേ യാത്രയിൽ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി വരാൻ പാടുള്ളൂ. ഇന്നത്തെ കാലത്ത് സസ്പെൻസ് സർപ്രൈസ് കൊടുക്കുകയും അതുപോലെ തന്നെ പിന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരികയും ഉള്ളൊരു വാണിംഗ് കൂടിയാണിത്. കാരണം ഒരിക്കലും നമ്മൾ ആളുകളെ ഭയപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആളുകളെ പിന്നെ അറിയിക്കാതെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലാനോ പാടുള്ളതല്ല. അത് ഇസ്ലാമിന്റെ ചര്യയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകളെ അറിയിച്ചിട്ട് വേണം കയറി ചെല്ലാന്. അവര് ഒരു യാത്രക്ക് നമ്മൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ വീട്ടിൽ ചെന്ന് നമ്മൾ അവിടെ വാതിലിന് മുട്ടി നമ്മൾ അവരോട് സമ്മതം ചോദിച്ചിട്ട് കയറാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ അത്രയും പഠിപ്പിക്കുന്ന ഇസ്ലാമില് ഈ ഒരു സർപ്രൈസ് കൊടുക്കലും പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരലും പിന്നെ ഗൾഫിലുള്ള മോന് പെട്ടെന്ന് രാവിലെ വാതിൽ ഓർക്കുമ്പോൾ പിന്നെ വാപ്പാക്കും ഉമ്മാക്കും സർപ്രൈസ് കൊടുത്തതാണെന്ന് പറഞ്ഞു വരലും ഇതൊന്നും ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ലാന്ന് നമ്മൾ പഠിക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മദീനന്റെ അടുത്തുള്ള ഒരു താവളത്തിൽ അവർ ഇറങ്ങി എന്നുള്ളതാണ്. അവിടെ നിന്ന് യാത്ര തുടരുവാൻ അറിയിപ്പുണ്ടായി. അതായത് അവര് കുടുംബങ്ങളെ അറിയിച്ചു. അവിടെ യാത്രാ സംഘം അവിടെ നിന്നിട്ട് അവര് ആരൊക്കെയാണോ ഫാമിലിയിലേക്ക് പോകാനുള്ള ആളുകൾ അവരൊക്കെ കുടുംബങ്ങളെ അറിയിച്ചു, ഞങ്ങൾ വരണുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ അറിയിച്ചു. അതെന്തിനാന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് ഒരുങ്ങാനും കൂടിയാണ്. അതായത് ഭർത്താക്കന്മാര് വീട്ടിലേക്ക് കയറി വരുന്നതിന് മുമ്പ് സ്ത്രീകൾ ഒരുങ്ങി നിൽക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണത്. അങ്ങനെ അവരെ അറിയിച്ചു കഴിഞ്ഞതിന് ശേഷം അവര് യാത്ര തുടരാന് അറിയിപ്പുണ്ടായി. അതായത് പുറപ്പെടാന് അറിയിപ്പുണ്ടായി എന്നാണ്. ഈ അവസരത്തിൽ ഞാൻ എന്റെ മലമൂത്ര വിസർജനാദി ആവശ്യങ്ങൾക്ക് വേണ്ടി സൈന്യത്തിൽ നിന്ന് കുറച്ചകലെ വിട്ടുപോയിരുന്നു. അന്നത്തെ കാലത്ത് പിന്നെ ടോയ്ലറ്റും അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ മരുഭൂമിയാണ്. അപ്പൊ അവര് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് പിന്നെ ദൂരെ പോയി മലമൂത്ര വിസർജനം നടത്തി തിരിച്ചു വരുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ആയിഷ ബീവി എന്ത് ചെയ്തു, അതിനു വേണ്ടിയിട്ട് അവര് കുറെ ദൂരേക്ക് അവര് നടന്നു പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മടങ്ങി വന്നു മാറിൽ തൊട്ട് നോക്കിയപ്പോൾ എന്റെ മാല കൊഴിഞ്ഞു പോയതായി കണ്ടു. അതായത് പിന്നെ കഴുത്തില് മാല ഉണ്ടായിരുന്നു, ആ മാല കാണാനില്ല. അപ്പൊ അവരെന്ത് ചെയ്ത്, ഞാൻ തിരിച്ചു പോയി അത് തേടിക്കൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞു. അവര് മറ്റുള്ളവരോട് പറയാൻ നിൽക്കാതെ അവര് പെട്ടെന്ന് ആ മാല തിരയാൻ വേണ്ടിയിട്ട് പോയി എന്നാണ്. എന്നെ വാഹനപ്പുറത്ത് കയറ്റി തരാറുള്ള ആളുകൾ എന്റെ കൂടാരമെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ചു. കേവലം കനം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരി ആയതുകൊണ്ട് ഞാൻ അതിലില്ലാത്തത് അവർക്ക് സംശയം തോന്നുകയുണ്ടായില്ല. അവർ ഒട്ടകവുമായി നടന്നു. സൈന്യം സ്ഥലം വിട്ടതിന് ശേഷമായിരുന്നു എനിക്ക് മാല കിട്ടി ഞാൻ സ്ഥലത്ത് തിരിച്ചെത്തിയത്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഹിക്മത്തിൽ പെട്ടതാണ്. കാരണം മാല നഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ നിശ്ചയിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ അവർക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ അവര് അതിനു വേണ്ടി തെരഞ്ഞു പോയപ്പോൾ അവരറിയാതെ ആ ഒട്ടകപ്പുറത്ത് നിന്ന് ഒട്ടകവും ആളുകളും അവരവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു എന്നാണ്. വന്നു നോക്കിയപ്പോൾ വിളിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല. ഞാൻ അതേ സ്ഥലത്ത് തന്നെ ഇരുന്നു. അവർ പിന്നീട് എന്നെ കാണാതാവുകയും അന്വേഷിച്ച് തേടി വരികയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. അതായത് അന്നത്തെ കാലത്തൊക്കെ ഈ നമ്മളെ ഒരു സൈന്യം അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകള് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും പിന്നിലായിട്ട് ഒരാളുണ്ടാവും. ഓക്കെ. അവര് യാത്ര ചെയ്ത് കുറേ നേരം കഴിഞ്ഞതിന് ശേഷം പിന്നാലെ വരുന്ന ഒരാളുണ്ടാവും. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും യാത്രക്കാരന് ഇപ്പൊ പല സ്ഥലത്ത് നിൽക്കുമല്ലോ, യാത്രാ സംഘങ്ങൾ പല സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെരഞ്ഞ് കയ്യിലെടുക്കാനും, അതുപോലെ തന്നെ അവരെ പിന്നെ അവരുടെ യാത്ര പിന്നെ ഒരു പ്രശ്നമില്ലാതെ അവര് യാത്ര പോകുമ്പം അതിന്റെ ഏറ്റവും പിന്നിലായിട്ട് അതിന്റെ ഒരാളെ അവര് യാത്രാ സംഘത്തിൽ നിന്ന് ഒരാളെ വെക്കും. അവരാണ് പിന്നീട് ഈ യാത്രക്കാരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സ്ഥലത്ത് വന്ന് നോക്കി അവര് അവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി പിന്നെ അങ്ങനെയാണ് യാത്രക്കാർ പോകുക. അങ്ങനെയാണ് യാത്രാ സംഘങ്ങൾ ഉണ്ടാവുക. അപ്പം ഈ ആയിഷ ബീവി എന്ത് വിചാരിച്ചു, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, ഇനി പിന്നാലെ വരുന്ന ആളുകൾ എന്നെ കണ്ട്
അവര് എന്നെ ആ കൂട്ടത്തിലേക്ക് എത്തിച്ചോളും എന്ന് വിചാരിച്ചിട്ട് അവരവിടെ തന്നെ ഇരുന്നു എന്നാണ്. ഞാൻ അവിടെ ഇരുന്നു കൊണ്ടിരിക്കെ എനിക്ക് കണ്ണിന് ഉറക്കം പിടിച്ചു. സൈന്യത്തിന് പിന്നാലെയായി ഇത്തരം കാര്യങ്ങളെ പറ്റി അന്വേഷിച്ചറിയാൻ നിയോഗിക്കപ്പെട്ട സഫ്വാന് റളിയല്ലാഹു ഉണ്ടായിരുന്നു. ഓക്കെ, സഫ്വാൻ റളിയല്ലാഹു ആയിരുന്നു അന്ന് ആ പിന്നെ ആ ആ കൂട്ടത്തിന് കാവലായിട്ട്, അതായത് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം പിന്നാലെ വരാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട ആള് സഫാൻ റളിയല്ലാഹു ആയിരുന്നു. അപ്പൊ ഈ ആയിഷ ബീവിക്ക് അവിടെ ഇരുന്ന് ഉറക്കം വന്നു, ഉറങ്ങിപ്പോയി. ആ സമയത്താണ് അവര് അവിടേക്ക് നടന്നു വരുന്നത്. അദ്ദേഹം വെളുക്കാൻ കാലത്ത് അവിടെ എത്തി, അതായത് നേരം വെളുക്കാനായി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ രാത്രി മുഴുവൻ അവരവിടെ ഇരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ വെളുക്കാൻ നേരത്ത് അദ്ദേഹം അവിടെ എത്തി. അദ്ദേഹം ഒരു മനുഷ്യന്റെ നിഴൽ കണ്ടു. അപ്പൊ അദ്ദേഹം അവിടുന്ന് വെളിച്ചായിട്ടില്ല. അപ്പൊ അദ്ദേഹം നടന്നു വരുമ്പോൾ ആയിഷ ബീവി ഇരിക്കുന്നത് അവർ കണ്ടു. പർദാ നിയമത്തിന് മുമ്പ് അദ്ദേഹം എന്നെ കണ്ടിരുന്നത് കൊണ്ട് എന്നെ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി അവിടെ ഇരിക്കുമ്പോൾ ആയിഷ ബീവിനെ കണ്ടപ്പോൾ ആയിഷ ബീവിനെ മനസ്സിലായി എന്നാണ്. ആയിഷ ബീവി അപ്പം പർദ്ദ ഇല്ലാതായിരുന്നു അവിടെ ഇരുന്നത് എന്നുള്ളതാണ്. അവരെ മുഖം സഫ്വാൻ റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പൊ അവര് കണ്ടപ്പോ എന്ത് ചെയ്ത്, അദ്ദേഹം ഇസ്തിർജാ ചൊല്ലി എന്നാണ്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലി. എന്നിട്ട് അപ്പൊ അത് കേട്ടപ്പം അവര് ഉണർന്നു, അതായത് ആയിഷ ബീവി ഉണർന്നു. ഉടനെ ഞാൻ എന്റെ മൂടുവസ്ത്രം കൊണ്ട് മുഖം മറച്ചു. അപ്പൊ തന്നെ വേഗം അവരെടുത്തിട്ട് മുഖം മറച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അള്ളാഹു തന്നെയാണ്, അദ്ദേഹം ഇസ്തിർജാന്റെ വാക്കല്ലാതെ എന്നോടൊന്നും പറയുകയുണ്ടായിട്ടില്ല. അവര് പറയണം, അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യണം, അദ്ദേഹം എന്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല, അദ്ദേഹം ഇസ്തിർജാവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. ഞാൻ അതല്ലാതെ ഒന്നും കേട്ടതുമില്ല. അദ്ദേഹം എന്റെ അടുത്ത് പിന്നീട് ഒന്നും ചോദിച്ചിട്ടുമില്ല, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം വേഗം ഇറങ്ങി ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു, അതിന്റെ കൈക്ക് തന്റെ കാൽ കൊണ്ട് ചവിട്ടി തന്നു. അതായത് ഒട്ടകത്തിന്റെ കാല് അദ്ദേഹം ചവിട്ടി പിടിച്ചു തന്നു. ഞാന് ഒട്ടകപ്പുറത്തേക്ക് കയറി. അദ്ദേഹം എന്നെയും കൊണ്ട് ഒട്ടകത്തെ നയിച്ചും കൊണ്ട് നടന്നു. സൈന്യം ഇറങ്ങിയിരുന്ന താവളത്തിലെത്തി. അവർ വെളുപ്പാങ്കാലത്ത് ഒരു താവളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സൈന്യത്തിലേക്ക് അവര് വേഗത്തിൽ എത്തിച്ചേർന്നു. ആ സൈന്യം അവിടെ വേറൊരു താവളത്തിൽ അവർ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഇസ്തിർജാന്റെ ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാം. ഇതൊക്കെ ഇസ്തിർജാന്റെ വാക്കുകളാണ് കേട്ടോ. അപ്പം ഇതിലാണ് അതായത് മടക്കം കാണിക്കുക, എന്തെങ്കിലും ആപത്ത് പണിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു മടങ്ങുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ഇദ്ദേഹം ഇസ്തിർജാന്റെ അർത്ഥം ഇതായിട്ട് പറഞ്ഞത് ഖുർആനിൽ പറഞ്ഞ ആയത്താണ് എന്നാണ് പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഇതിലുള്ളത്, തഫ്സീറുകളിലുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ അതിന്റെ കാര്യത്തിൽ അപരാധം പറഞ്ഞുണ്ടാക്കുക നിമിഷം നാശത്തിൽപ്പെട്ടവരൊക്കെ നാശത്തിലായി എന്നുള്ളതാണ്. അതിൽ നേതൃത്വം വഹിച്ചത് കപടവിശ്വാസികളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബൈ ആയിരുന്നു. ഞങ്ങൾ മദീനയിലെത്തി. എനിക്കൊരു മാസത്തോളം രോഗം പിടിപെട്ടു. അതായത് നോർമലി ഈ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, പണ്ട് കാലത്തൊക്കെ യാത്ര ചെയ്തു വരുമ്പോൾ ഒരു പനി ബാധിക്കാറുണ്ട്. ഓക്കെ, മദീനയിലേക്ക് കയറുന്നവർക്കൊക്കെ പനി ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അത് കാരണം അവിടുത്തെ കാലാവസ്ഥയും പുറത്തുള്ള കാലാവസ്ഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ മദീനയിലേക്ക് വരുന്ന ആളുകൾക്ക് പനിയും ബാധിക്കാറുണ്ട് നോർമലി. അപ്പൊ അങ്ങനെ ആയിഷ ബീവിക്ക് മദീനയിലേക്ക് എത്തി. അവർക്ക് പനി പിടിച്ചു. ഒരു മാസത്തോളം അവര് കിടപ്പിലായി എന്നുള്ളതാണ്. ഓക്കെ, ജനങ്ങൾ കള്ളക്കഥയിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഞാനതൊന്നും അറിഞ്ഞിരുന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മുമ്പ് എനിക്ക് അനുഭവപ്പെട്ടിരുന്ന ആ സൗമ്യമായ പെരുമാറ്റം എന്റെ സുഖമില്ലായ്മയുടെ അവസരത്തിൽ കണ്ടുവന്നിരുന്നില്ലെന്ന വസ്തുത എന്നെ ആശങ്കയിലാക്കിയിരുന്നു. അവിടെ നിന്ന് കടന്നു വന്ന് സലാം പറയും, തനിക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കും, തിരിച്ചു പോവുകയും ചെയ്യും. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു എന്നെ സന്ദേഹപ്പെടുത്തിയിരുന്നത്. അല്പം ഒരു ആശ്വാസം കിട്ടുന്നത് വരെ മറ്റ് തകരാറുകളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അതായത് അവര് വീട്ടിന്റെ ഉള്ളിലാണ് ആരും കുടുംബങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് സലാം പറയും, എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കും, എന്നിട്ട് തിരിച്ചു മടങ്ങി പോകും. പക്ഷെ ആ പഴയ ഒരു സ്നേഹം എനിക്ക് കാണാൻ കഴിയാതിരുന്നപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ എന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ അല്പം ആശ്വാസം വന്നപ്പോൾ ഞാനും മിസ്താഹിന്റെ മാതാവും കൂടി ഞങ്ങൾ വിളിക്ക് പോകാറുണ്ടായിരുന്ന മനാസ്യ എന്ന സ്ഥലത്ത് പോയി. ഓക്കെ, കക്കൂസ് മുറികൾ നിർമ്മിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ രാത്രിയിലല്ലാതെ പകൽ സമയത്ത് വിളിക്ക് പോകാറുണ്ടായിരുന്നില്ല.
വെളുക്കിരിക്കുവാനായി മറകെട്ടും മുമ്പ് ഞങ്ങൾ പഴയ കാലത്തെ അറബികളെ പോലെ പറമ്പിൽ പോവുകയായിരുന്നു പതിവ്. ഞാനും ഉമ്മും മിസ്താഹും കൂടി മടങ്ങുമ്പോൾ അവർ മിസ്താഹ് നാശമടയട്ടെ എന്ന് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് മോശമായിപ്പോയി. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന ഒരു മനുഷ്യനെ പറ്റി പഴിച്ചു പറയുകയോ? അവർ പറഞ്ഞു, ഹാ, അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ ചോദിച്ചു, എന്താണ് പറഞ്ഞത്? അപ്പോൾ കെട്ടുകഥക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരം അവർ എനിക്ക് വിവരിച്ചു തന്നു. ഇതോടെ എന്റെ ദീനം മേൽക്കുമേൽ വർദ്ധിക്കുകയായി. അതായത് അപ്പോഴാണ് അവരറിയുന്നത് പിന്നെ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്ന് നടന്ന ആ സംഭവത്തിനെ പിന്നെ വ്യഭിചാര അവർക്ക് അസുഖം കൂടിയെന്നാണ്. ഞാൻ വീട്ടിൽ വന്ന ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞാൻ വീട്ടിൽ വന്ന ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ച് തനിക്ക് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കുകയുണ്ടായി. അതായത് വീട്ടിലേക്ക് തിരിച്ച് അവരത് കേട്ടിട്ട് വന്നിരിക്കുകയാണ്. വന്നിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വന്നിട്ട് ചോദിക്കുകയാണ്, എങ്ങനെ ഇരിക്കുന്നു എന്ന്. അപ്പോൾ എനിക്ക് എന്റെ ഉമ്മ വാപ്പയുടെ അടുത്തൊന്ന് പോകുവാൻ സമ്മതം നൽകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അതായത് അവര് പ്രയാസത്തോട് കൂടിയിട്ട് അവർക്ക് പ്രയാസം വന്നപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് എന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പം അപ്പം അവരിൽ നിന്ന് സംഗതി ശരിക്കും ആഗ്രഹിക്കുകയായിരുന്നു ഞാൻ. അവര് അതായത് മനസ്സിൽ ഇത് അറിഞ്ഞപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉമ്മാന്റെയും പപ്പാന്റെ അടുത്തേക്ക് എനിക്ക് പോകണം എന്നാണ്. വാപ്പ എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ അവരുടെ അടുത്തേക്ക് എനിക്ക് തിരിച്ചും വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നതിന് ശേഷം ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, എന്തൊക്കെയാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാതാവ് മറുപടി പറഞ്ഞു, കുഞ്ഞുമകളെ, നീ അക്കാര്യം മനസ്സിൽ നിസാരമാക്കി വെച്ചേക്കുക. കാരണം ഒരു നല്ല പെണ്ണ് അവളെ സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ അടുക്കലേക്കുക, അവൾക്ക് കുറെ സഹപത്നിമാരുണ്ടായിരിക്കുക, അവളെ പറ്റി പലതും ചെയ്യാതിരിക്കുകയില്ല. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ ഇങ്ങനെയെല്ലാം പറഞ്ഞുവല്ലോ. അന്ന് നേരം പുലരുവോളം എന്റെ കണ്ണുനീരടങ്ങിയില്ല, കണ്ണിൽ ഉറക്കം വന്നതുമില്ല. പുലർന്നിട്ടും ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. നബി തിരുമേനിക്ക് തന്റെ വീട്ടുകാരുടെ ഭാര്യമാരുടെ കാര്യത്തിൽ വഹി കിട്ടുവാൻ താമസിച്ചത് കൊണ്ട് അവരെ പിരിച്ചയക്കുന്നതിനെ പറ്റി ആലോചന നടത്തുവാനായി തിരുമേനി അലി റളിയല്ലാഹു അൻഹു, ഉസാമ റളിയല്ലാഹു അൻഹു എന്നിവരെ വിളിച്ച് അന്വേഷണം നടത്തി. ഉസാമ തിരുമേനിയുടെ വീട്ടുകാരുടെ നിരപരാധിത്വവും അവരോട് തനിക്കുള്ള സ്നേഹവും എല്ലാം ചൂണ്ടിക്കാട്ടി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയൊന്നും വരാതായി ആ സമയത്ത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സഹാബികളെ വിളിച്ചു കൂട്ടി. അതായത് ഭാര്യയെ പിരിച്ചയക്കാൻ പോവുകയാണ്. അതായത് ആയിഷ ബീവിനെ മൊഴി ചൊല്ലാൻ പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചോദിക്കാനായിട്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയ ഈ വിവരം അത് സത്യമാണോ എന്ന് സഹാബികളൊക്കെ അത് സത്യപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചു കൂട്ടി എന്നാണ്. അപ്പം അവര് അലി റളിയല്ലാഹു അൻഹുവും ഉസാമ റളിയല്ലാഹു അൻഹുവും എന്ന് അവര് പറഞ്ഞു, റസൂലെ, അങ്ങനെയല്ല, നിങ്ങളുടെ ഭാര്യമാര് നല്ലവരാണ്, നിരപരാധികളാണ്, അവരെല്ലാരും സ്നേഹമുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിടത്തുനിന്ന് ഇങ്ങനെ ഒരു തിന്മ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തെ പറഞ്ഞു കൊടുത്തു. അവർ അങ്ങയുടെ വീട്ടുകാർ തന്നെയാണ്, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിനെ തന്നെയാണ്, നല്ല നിലയിലല്ലാതെ ഒന്നും നാം അറിയുന്നില്ല. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല്, അള്ളാഹു അവിടത്തേക്ക് ഒരു വിഷമവും വരുത്തിയിട്ടില്ല. സ്ത്രീകൾ അവരല്ലാതെ വേറെയും ധാരാളമുണ്ട്. അത് ആ പെണ്ണിനോട് ചോദിച്ചു നോക്കാമെന്ന്. അതായത് സ്ത്രീകളെല്ലാരും ഒരുപോലെയല്ല, പലരും പലതും പറയുന്നുണ്ടാവും. പക്ഷെ നമുക്ക് വേറൊരാളോടും കൂടി ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ബരീറയെ വിളിച്ച് ഇങ്ങനെ ചോദിച്ചു. ഓക്കെ. അതായത് ബരീറ എന്ന് പറയുന്നത് ആയിഷ ബീവിയുമായിട്ട് ഒരുമിച്ച് താമസിച്ചിട്ടുള്ള ഒരു ഭൃത്യയാണ്. ഓക്കെ. അപ്പൊ ആയിഷ ബീവിന്റെ ഒപ്പം താമസിച്ചിട്ടുള്ള ഭൃത്യ ആയതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവം എന്താണെന്ന് അവരോട് ചോദിക്കാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചു വരുത്തുകയാണ്. ഓക്കെ. അങ്ങനെ ബരീറ, നീ അവരിൽ നിനക്ക് സംശയം തോന്നിക്കുന്ന വല്ലതും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ബരീറ മറുപടി പറഞ്ഞു, ഇല്ല, തിരുമേനിയെ പ്രവാചകനായി അയച്ചിട്ടുള്ളവൻ തന്നെയാണ്. അതായത് അള്ളാഹു ആണേ സത്യം, അവർ ഒരു ഇളം പ്രായക്കാരിയാണ്, വീട്ടിലെ ഭക്ഷണത്തിലുള്ള മാവ് ഇട്ടേച്ച് ഇറങ്ങിപ്പോയേക്കും, വളർത്താട് വന്ന് അത് തിന്നുപോയേക്കും ചെയ്യും എന്നതിൽ കവിഞ്ഞ് അവരെ കുറ്റപ്പെടുത്തക്ക യാതൊന്നും ഞാൻ കാണുകയുണ്ടായിട്ടില്ല. അതായത് ചെറിയ കുട്ടിയായിരുന്നു ആയിഷ ബീവി അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അതായത് മാവ് കുഴച്ചു വെച്ചിട്ട് അവര് ഉറങ്ങിപ്പോകും. എന്നിട്ട് ആട് വന്നിട്ട് ആ മാവ് കഴിക്കാറുണ്ട്. ആ ഒരു തെറ്റല്ലാതെ ഞാൻ അവരിൽ നിന്ന് ഒന്നും കണ്ടിട്ടില്ല എന്ന് ആ അടിമ സ്ത്രീ പറയുകയാണ്. അപ്പം
ആയിഷ ബീവിക്ക് ആ സമയത്ത് 15 16 വയസ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ. അപ്പം ഇത് ഹിജ്റന്റെ 5-ാമത്തെ വർഷത്തിൽ 6-ാമത്തെ വർഷത്തിലൊക്കെയാണ് സംഭവിക്കുന്നത്. അന്ന് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ചെന്ന് മിമ്പറിൽ പ്രസംഗ പീഠത്തിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു: എന്റെ വീട്ടുകാരെ കുറിച്ച് എനിക്ക് ഉപദ്രവമുണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു മനുഷ്യനെ കുറിച്ച് എനിക്ക് ഒഴിവ് കഴിവ് അനുവദിച്ചു തരാൻ ആരുണ്ട്? അള്ളാഹുവാണ്. എന്റെ വീട്ടുകാരുടെ പേരിൽ നന്മയല്ലാതെ ഞാൻ അറിയുന്നില്ല. അവർ ജനങ്ങൾ ഒരു പുരുഷനെ സഫ്വാനെ കുറിച്ച് പ്രസ്താവിച്ചു വരുന്നു. അയാളെക്കുറിച്ച് ഞാൻ നല്ലതല്ലാതെ അറിയുന്നില്ല. അദ്ദേഹം എന്റെ വീട്ടിൽ എന്റെ ഒന്നിച്ചല്ലാതെ പ്രവേശിക്കാറുമില്ല ഒരു എന്ന് പറഞ്ഞത്. അതായത് ജനങ്ങൾ എല്ലാരും എന്റെ ഭാര്യനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പ്രസംഗ പീഠത്തിലേക്ക് കയറിയിട്ടാണ്. അതായത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ചോദിക്കുകയാണ്: ഞാനിങ്ങനെ കേൾക്കുന്നു എന്റെ ഭാര്യയെ കുറിച്ചിട്ട്, പക്ഷെ എനിക്ക് അവരെ കുറിച്ചിട്ടൊന്നും തിന്മ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞുണ്ടാക്കിയ ആ ആ സഫ്വാൻ എന്ന് പറയുന്നവരോ, അവരെ കുറിച്ചിട്ടും എനിക്ക് നന്മയല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. അവരെന്റെ വീട്ടിലേക്ക് എന്റെ കൂടെ അല്ലാതെ കയറി വന്നതായിട്ട് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പം ഇത് സത്യമാണോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ജനങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പറഞ്ഞു: അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവാണ്, ഞാൻ ആ മനുഷ്യനെ പറ്റി ഒഴിവ് കഴിവ് തരാം, വേണ്ടത് ചെയ്യാമെന്ന്. അതായത് ആരാണ് ഈ പറഞ്ഞുണ്ടാക്കിയത്? ആരാണ്? അബ്ദുല്ലാഹിബ്നു ഉബൈദ് എന്ന് പറഞ്ഞിട്ടുള്ളവനാണ്. അപ്പൊ അവനെ ഞാന് എന്ത് ചെയ്യാം? അവന്റെ തല കഴുത്ത് ഞാൻ വെട്ടിക്കളയാം. ഞങ്ങളുടെ സഹോദരനായ ഖസ്റജ് കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ അവിടുന്ന് കൽപ്പിക്കുന്ന കൽപ്പന പോലെയും ചെയ്യാം. അപ്പോൾ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അദ്ദേഹം സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോടായി പറഞ്ഞു: അള്ളാഹുവാണേ, താൻ പറഞ്ഞത് കളവാണ്. താൻ അവനെ, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനെ കൊല ചെയ്യുകയില്ല. തനിക്കതിന് സാധിക്കുകയില്ല. അതായത് കുടുംബങ്ങളാണ് അവിടെ ഗോത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിൽപ്പെട്ടവനെ മറ്റൊരു ഗോത്രത്തിൽ നിന്ന്, അതായത് ഒരു ഗോത്രത്തിൽപ്പെട്ടവനെ മറ്റൊരു ഗോത്രത്തിൽ നിന്ന് ഒരാൾ തൊട്ട് കഴിഞ്ഞാല് അവിടെ ആ കുടുംബങ്ങൾ തമ്മിലാണ്, അതായത് ഗോത്രങ്ങൾ തമ്മിലാണ് യുദ്ധം നടക്കുക. ഓക്കെ. ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പിന്നെ കുടുംബങ്ങളെ തമ്മിൽ തൊടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ പാടുള്ളതല്ല. അതാണ് പിന്നെ അറബികളുടെ വിധി. അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരു കുടുംബത്തിനെ കുറിച്ച് പറഞ്ഞതോട് കൂടിയിട്ട് അതിൽ നിന്നുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു: ഞങ്ങളെ കുടുംബത്തിൽപ്പെട്ടവനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താന് വെറുതെ പോകൂല എന്ന്, തനിക്ക് അതിന് സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ഉസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: സത്യമായും താൻ പറഞ്ഞതാണ് കളവ്. ഞങ്ങൾ അവനെ കൊല്ലുക തന്നെ ചെയ്യും. താനൊരു കപട വിശ്വാസിയാണ്. അതായത് പിന്നെ ആ പറഞ്ഞ ആള് കപട വിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ അവരെ ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ അവരെ വെട്ടും എന്നുള്ളത് അറിയിക്കുകയാണ് സത്യവിശ്വാസികൾ. അപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കം നടക്കുകയാണ്. ഓക്കെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ തന്നെ നിൽക്കുകയാണ്. തിരുമേനി അവരെ സമാധാനിപ്പിച്ചു. അവരെല്ലാം മൗനിയായി. അതായത് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അന്നും ഞാൻ കണ്ണീർ വറ്റാതെയും ഉറക്കം വരാതെയും കഴിഞ്ഞുകൂടി. ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കാണ്. ഇങ്ങനെയൊക്കെ നടന്നു. അങ്ങനെ ആയിഷ ബീവി അന്നും എന്താണ് ഉറങ്ങാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. എന്റെ ഹൃദയം പൊട്ടിപ്പിളരുമോ എന്ന് ഞാൻ തോന്നത്തക്കവണ്ണം ഞാൻ 2 രാത്രിയും ഒരു പകലും കരഞ്ഞു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞു, ഒരു രാത്രിയും കഴിഞ്ഞു, ഒരു പകലും കഴിഞ്ഞു, 2 രാത്രിയും കഴിഞ്ഞു, ഒരു പകലും കഴിഞ്ഞു. എന്റെ ഉമ്മയും വാപ്പയും കാലത്ത് എന്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ കരയുക തന്നെയാണ്. അപ്പോൾ അൻസാരിക്കാരിയായ ഒരു സ്ത്രീ സമ്മതം ചോദിച്ച് അകത്ത് പ്രവേശിച്ചു. അവളും എന്നോടൊപ്പം കരയുകയുണ്ടായി. ഈ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ പ്രവേശിച്ചു. അവിടുന്ന് ഇരുന്നു. എന്നെപ്പറ്റി പറഞ്ഞുണ്ടാക്കപ്പെട്ട വിഷയം പ്രസ്താവനയിൽ വന്നത് മുതൽക്ക് അവിടുന്ന് എന്റെ അടുക്കൽ വന്ന് ഇരുന്നിട്ടില്ലായിരുന്നു. എന്റെ കാര്യത്തിൽ ഒരു ദിവ്യ സന്ദേശവും വഹിയും കിട്ടാതെ ഒരു മാസം അവിടുന്ന് അങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കട്ടിലിൽ പിന്നീട് ഇരുന്നിട്ടില്ല എന്നാണ്. അവിടെ വന്ന് ചോദിക്കും, സുഖല്ലേ എന്ന് ചോദിക്കും, തിരിച്ചു മടങ്ങി പോകും. അല്ലാതെ അവരുടെ കട്ടിലിൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം ഒരു മാസത്തോളം ഇരുന്നിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ അവിടെ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കട്ടിലിൽ ഇരുന്നു എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതായത് ഹംദൻ കസീറൻ ത്വയ്യിബ് മുബാറക ഫീ അങ്ങനെയൊക്കെ പറയല്ലോ നമ്മള്. ഒരു പ്രസംഗം നടത്തുന്നതിന് മുമ്പ്, നമ്മളൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയല്ലോ. അങ്ങനെ അവര് ഹംദും പിന്നെ ഹംദ് പറഞ്ഞിട്ട് അവര് തുടങ്ങി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി. എന്നിട്ട് പറഞ്ഞു: ആയിഷ, എന്നാൽ എനിക്ക്
തന്നെ പറ്റി ഇന്നിന്ന പ്രകാരം വിവരം കിട്ടിയിട്ടുണ്ട്, താൻ നിരപരാധിയാണെങ്കിൽ അള്ളാഹു തന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിക്കൊള്ളും. അതായത് നിന്നെ കുറിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ വിവരങ്ങൾ വന്നിട്ടുണ്ട്, നീ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ നിന്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കും എന്നാണ്. വല്ല പാപത്തിലും അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അവനോട് പശ്ചാത്തപിക്കുകയും ചെയ്തു കൊള്ളുക. അടിയാൻ തന്റെ പാപം ഏറ്റുപറഞ്ഞ് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹു മടക്കം സ്വീകരിക്കുന്നതാണ് എന്ന് പറയാണ്. ഓക്കെ, അള്ളാഹു നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ അള്ളാഹുവിനോട് പാപമോചനം തേടിയിട്ട് നീ മടങ്ങണം, അള്ളാഹു സുബ്ഹാനഹു വ തആല പാപം പുറത്തു തരും എന്ന് പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും എന്റെ കണ്ണുനീർ തുള്ളി ഒരു തുള്ളി പോലും കാണാത്ത വിധം നിലച്ചു പോയി എന്ന്. അതായത് അവർ പെട്ടെന്ന് ഇങ്ങോട്ട് ഞെട്ടിപ്പോയി. കാരണം അത്രയും കാലം സ്നേഹത്തോട് കൂടിയിട്ട് ജീവിച്ച ഒരു ഭർത്താവ് വന്നിട്ട് പറയാണ് നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പാപമോചനം തേടണം എന്ന് പറയുമ്പം അതുവരെ ആ ഭർത്താവിനെ കുറിച്ചിട്ട് ആയിഷ ബീവിന്റെ രോഷത്തിനെ കുറിച്ചൊക്കെ അറിയാലോ. അവര് വേറൊരാളെ കല്യാണം കഴിച്ചപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേറൊരാളെ വിവാഹം കഴിച്ചപ്പോഴൊക്കെ അവരുടെ രോഷത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ഹദീസുകളുണ്ട്. ഓക്കെ, അപ്പം അപ്പൊ ഒരു തുള്ളി പോലും പുറത്തേക്ക് വരാത്ത വിധം അവരുടെ പെട്ടെന്ന് അവരങ്ങോട്ട് സ്തംഭിച്ചു പോയി. അവർക്ക് പിന്നീട് കണ്ണുനീര് വന്നില്ല എന്നാണ്. അവര് ഞാൻ പിതാവിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തിരുമേനി പറഞ്ഞതിന് മറുപടി പറയണം. അതായത് വാപ്പാനോട് പറയാണ് റസൂല് പറഞ്ഞതിന് മറുപടി കൊടുക്കുപ്പാന്ന്. അതായത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് റസൂല് പറയുന്നു, വാപ്പ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ന് പറയണ് വാപ്പാനോട്. അപ്പൊ പറയാണ് അപ്പം അപ്പൊ ഞാൻ മാതാവിനോടും പറഞ്ഞു നോക്കി. അപ്പം വാപ്പ ഒന്നും മിണ്ടണില്ല. അപ്പൊ ഉമ്മാനോടും പറഞ്ഞു, ഉമ്മ എനിക്ക് വേണ്ടിയിട്ടൊന്ന് സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഉമ്മയൊന്നും മിണ്ടണില്ല. അവരും അത് തന്നെ മറുപടി പറഞ്ഞു, ഞാനാണെങ്കിൽ ഒരു ചെറുപ്പക്കാരി, ഖുർആൻ തന്നെ അധിക ഭാഗവും എനിക്ക് ഓതുവാൻ കഴിയുകയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നുള്ളതല്ലാതെ അവർ ഖുർആനൊന്നും പഠിച്ചിട്ടില്ല, ഖുർആനൊന്നും അവർക്ക് ഓതാനും അറിയില്ല എന്ന്. എനിക്ക് ഓതാനും അറിയില്ല. ഏതായാലും ഞാൻ പറഞ്ഞു, എന്നിട്ട് ഞാൻ പറഞ്ഞു, അള്ളാഹു ആണ് എനിക്കറിയാം, ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടു, അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥലം പിടിച്ചു, നിങ്ങൾ അത് സത്യമെന്ന് കരുതിയിരിക്കുകയാണ്. ഇനി ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾ എന്നെ വിശ്വസിക്കുകയില്ല. ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിന് അറിയാവുന്ന ഒരു കാര്യം, കുറ്റം ഞാൻ നിങ്ങളോട് സമ്മതിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിച്ചേക്കും. അതായത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചു നേരും, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു ആണ് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ഒരു ഉപമ പറയുവാൻ യൂസഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവിന് യാക്കൂബ് നബിയെ അല്ലാതെ ഞാൻ കാണുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഇതിനുള്ള മറുപടി തരാന് എന്റെ യൂസഫ് അലൈഹി ഇസ്ലാമിന്റെ പിതാവായ യാക്കൂബ് അലൈഹി ഇസ്ലാമിനെ അല്ലാതെ ഞാൻ കാണുന്നില്ല എന്നാണ്. ഫസ്ബിർ എന്ന് പറയാന്, അതായത് ഇനി ക്ഷമിക്കുക തന്നെ, അള്ളാഹുവിനോടാണ് നിങ്ങൾ വിവരിക്കുന്ന കാര്യത്തെക്കുറിച്ച് സഹായം തേടാനുള്ളത് എന്ന് പറയാണ്. സബ്രൻ ജമീല എന്നുള്ള ഈ ഒരു ഇത് വന്നത് ഇതിൽ നിന്നാണ്. നിങ്ങൾ പലപ്പോഴും പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, സബ്രൻ ജമീല, മനോഹരമായ ക്ഷമ ഞാൻ നടത്തുന്നു. കാരണം അവിടെ ഇനി അവിടേക്ക് ഒന്നും ഇല്ല. ഇവിടെ ഈ ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഭൂമി പിളർന്ന് ഭൂമിക്കടിയിലേക്ക് പോകുന്ന രീതിയിൽ അത്രയും വലിയൊരു ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അവിടെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാന് അള്ളാഹുവിന്റെ പേരിൽ മനോഹരമായ ക്ഷമ കാണിക്കുകയാണ്. ഇനി അള്ളാഹ് നിങ്ങൾക്ക് ഉത്തരം തരുമെന്നാണ്. ഇനി അള്ളാഹുവിനോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇനി ഞാൻ നിങ്ങളോടൊന്നും സംസാരിക്കൂല എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവി പറഞ്ഞു. അങ്ങനെ അവിടെ വിരിപ്പിലേക്ക് തിരിഞ്ഞു കിടന്നു. അവരവിടെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചില്ല എന്നാണ്. ഓക്കെ, ഇത് തന്നെയാണ് പിന്നെ യൂസഫ് അലൈഹി ഇസ്ലാമിനെ കിണറ്റിലെറിഞ്ഞിട്ട് പിന്നെ പിന്നെ യാഹൂബ് അലൈഹി ഇസ്ലാം പറഞ്ഞത് സബ്രൻ ജമീല എന്ന് പറയുക ചെയ്തത്. കാരണം മകനെ നഷ്ടപ്പെട്ട് യാക്കൂബ് അലൈഹി ഇസ്ലാമിന് അത്രയും ഇഷ്ടപ്പെട്ട മകനായിരുന്നു അത്. ഓക്കെ, അങ്ങനെ മകനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞപ്പം പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ തുണി അതായത് ചെന്നായ കുറച്ച് രക്തം ഒരു തുണിയിലാക്കിയിട്ട് അവർ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാണ് യൂസഫ് അലൈഹി ഇസ്ലാമിന്റെ ഉടുപ്പാണ് ഇത്, ഇതില് പിന്നെ ചെന്നായ പിടിച്ചതുകൊണ്ട് അതിലുണ്ടായ രക്തമാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. ആ രക്തത്തിന്റെ മണം പിടിച്ചപ്പോ തന്നെ പിന്നെ യാക്കൂബ് അലൈഹി ഇസ്ലാമിന് മനസ്സിലായി അത് അതല്ല എന്നുള്ളത്. അപ്പം യാക്കൂബ് അലൈഹി ഇസ്ലാം പറയുന്നതാണ് സബ്രൻ ജമീല, അതായത് ഞാൻ മനോഹരമായ ക്ഷമ കാണിക്കുന്നു. ഇത് സത്യമല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം.
ഇത് സത്യമല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം, പക്ഷെ ഞാൻ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ക്ഷമയോട് കൂടിയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും ആയിഷ ബീവി പറഞ്ഞത്. അതായത് യാക്കൂബ് അലൈഹി ഇസ്ലാം പറഞ്ഞ അതേ ദുആണ് ഞാൻ ചെയ്യുന്നത്, ഇനി അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് പറഞ്ഞിട്ട് അവര് തിരിഞ്ഞു കടന്നു എന്നാണ്. എനിക്കപ്പോൾ തീർച്ചയായും അറിയാമായിരുന്നു ഞാൻ നിരപരാധിയാണെന്നും എന്റെ നിരപരാധിത്വം അള്ളാഹു സ്ഥാപിക്കുമെന്നും. പക്ഷേ പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ല വഹിയും ഖുർആൻ വാക്യവും എന്റെ കാര്യത്തിൽ അവതരിച്ചേക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെപ്പറ്റി പാരായണം ചെയ്യപ്പെടത്തക്ക വല്ല വിഷയം അള്ളാഹു അവതരിപ്പിക്കപ്പെടുന്നതിനേക്കാൾ വളരെ നിസാരമാക്കപ്പെട്ടതാണ് എന്റെ വിഷയം എന്നായിരുന്നു നിശ്ചയമായി ഞാൻ മനസ്സിലാക്കിയിരുന്നത്. എങ്കിലും എന്റെ നിരപരാധിത്വം അള്ളാഹു സ്ഥാപിക്കുന്ന തരത്തിലുള്ള വല്ല സ്വപ്നവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടേക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന്. അതായത് ഈ ഒരു ഇത് പോലും അവര് വഹി ഇറങ്ങാൻ മാത്രമുള്ള അത്രയും വലിയ കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ല വഹിയായിട്ട് ഒരു സ്വപ്നം കാണിക്കപ്പെടുക എന്തൊക്കെ ആയിരിക്കും ചെയ്യുക, അങ്ങനെ എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടും എന്ന് മാത്രമായിരുന്നു ഞാൻ വിചാരിച്ചത് എന്ന്. എന്നിട്ട് അള്ളാഹുവാണ് സത്യം, തിരുമേനി ആ സദസ്സ് വിട്ടു പോയിട്ടില്ല, വീട്ടിൽ നിന്ന് ആരും പുറത്തു പോയിട്ടുമില്ല. അപ്പോഴേക്കും അതാ അള്ളാഹു അവന്റെ പ്രവാചകന് വഹി അവതരിപ്പിച്ചിരിക്കുന്നു. അതായത് അവര് കട്ടിൽമേല് തിരിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കട്ടിലിന്റെ ചാര ഇരിക്കുകയാണല്ലോ. പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി എന്നാണ്. അതായത് വഹി ഇറങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിറയൽ അനുഭവപ്പെടും, ശക്തമായിട്ടുള്ള വിറയൽ അനുഭവപ്പെടും. അത്രയും ഹെവിനെസ് ആയിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അപ്പം ഉണ്ടാവുക. അതോട് കൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് കൂടി ഇങ്ങനെ വേർപ്പ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും എന്നാണ്. ആ വഹി ഇറങ്ങുന്നതോട് കൂടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് കൂടി ഇങ്ങനെ പിന്നെ വേർപ്പ് ആളുകൾക്ക് മനസ്സിലാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്നുണ്ടെന്ന്. ആ ജനങ്ങൾക്ക് തന്നെ കണ്ടു നിൽക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങാൻ തുടങ്ങി എന്നാണ്. അങ്ങനെ തിരുമേനി വഹി വരുമ്പോഴത്തെ പതിവ് പ്രകാരം വിയർപ്പ് പിടിപെട്ട് ആശ്വാസമായി, ആ വിയർപ്പ് ഒതുങ്ങി. അങ്ങനെ അദ്ദേഹം ചിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ചിരിച്ചത് എന്നാണ്. ഒന്നാമതായി അവിടുന്ന് സംസാരിച്ച ആയിഷ, അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളുക, അവൻ നിനക്ക് നിരപരാധിത്വം നൽകിയിരിക്കുന്നു. അതായത് നീ അള്ളാഹുവിനെ സ്തുതിച്ചോളൂ, അള്ളാഹു നിനക്ക് നിരപരാധിത്വം നൽകിയിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്റെ മാതാവ് എഴുന്നേറ്റ് പറഞ്ഞു, മകളെ എഴുന്നേറ്റ് റസൂൽ തിരുമേനിയുടെ അടുത്തേക്ക് ചെല്ലു. അപ്പോഴാണ് ആ ഉമ്മ പോലും, സ്വന്തം ഉമ്മയും വാപ്പയും പോലും വിട്ടുമാറി എന്നാണ്. ഇത് തെറ്റാണെങ്കിൽ മകള് ചെയ്തത് തിന്മയാണെന്നുണ്ടെങ്കിൽ അവര് അപ്പൊ എന്താണ് റസൂലിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിൽക്കുകയാണ് ചെയ്തത്. അതാണ് ഈമാനിന്റെ ശക്തി എന്ന് പറയുന്നത്. സ്വന്തം മക്കൾക്ക് പോലും ആരും അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ പിന്നെ അവരെ അനുകൂലിച്ച് പറയുന്നില്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൽ അപ്പുറത്തേക്കില്ല. മകളെ എടുത്ത തെറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരുന്നു അവർ നിന്നിരുന്നത്. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഇവർ നിരപരാധിയാണെന്ന് പറഞ്ഞപ്പോഴാണ് അവരെന്ത് പറഞ്ഞത്, മോളെ നീ ഭർത്താവിന്റെ അടുത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അള്ളാഹു ആണ്, ഞാൻ റസൂൽ തിരുമേനിയുടെ അടുക്കിലേക്ക് എഴുന്നേറ്റ് ചെല്ലേണ്ടതില്ല. ആയിഷ ബീവിയുടെ രോഷാണ് അപ്പൊ അവിടെ. ഞാൻ ഇനി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയില്ല. എന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയത് അള്ളാഹു ആകുന്നു, അവനെ അല്ലാതെ ഞാൻ സ്തുതിക്കുന്നില്ല. എന്റെ ഭർത്താവിനെ ഞാൻ പ്രകീർത്തിക്കൂല. ഇത് എന്റെ ഭർത്താവ് നൽകിയതല്ല, എനിക്ക് എന്റെ റബ്ബ് നൽകിയതാണ്. എന്റെ റബ്ബാണ് എന്നെ ഉയർത്തിയത്, എന്റെ റബ്ബാണ് എന്റെ നിരപരാധിത്വം തെളിയിച്ചത് എന്ന് പറഞ്ഞിട്ട് അവര് പറഞ്ഞു എന്നാണ്. എന്റെ വിഷയത്തിൽ ഇത് അവതരിച്ചതിന് ശേഷം പിതാവ് അബൂബക്കർ അദ്ദേഹമായിരുന്നു ദാരിദ്ര്യത്തെയും കുടുംബത്തെയും കരുതി മിസ്തബിന് താത്തക്ക് ചെലവ് കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് സഹാബികളിൽപ്പെട്ട ആളുകളും കൂടി ഇത് പറഞ്ഞുണ്ടാക്കിയിരുന്നു എന്നാണ്. അപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുടുംബത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് ചെലവ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ അതിലൊരാളുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ചെലവ് കൊടുത്തിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഇതിനെതിരെ സംസാരിച്ചു എന്നാണ്. അതായത് ആയിഷ ബീവി തെറ്റ് ചെയ്തു എന്ന രീതിയിൽ അവർ സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഞാൻ എന്ത് കൊടുക്കൂല, അവർക്ക് ഞാൻ ഇനി ചെലവിന് കൊടുക്കൂല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാൻ അവനക്ക് ഇനി ചെലവഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് വേറെ ആയത്തിറക്കുകയും ചെയ്തു. ഇത് രണ്ടുമാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഉള്ള പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ഈ ഒരു ഇതും ആയിഷ ബീവിയിൽ ഉണ്ടായ ഒരു ഇഷ്യൂവും
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്തും എല്ലതും കൂടിയിട്ടാണ് ഈ സൂറത്തുൻ നൂർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവതരിച്ചത്. ഇത് സ്ത്രീകൾക്കുള്ള അനുഗ്രഹവുമാണ്, അതേസമയം ജനങ്ങൾക്കുള്ള ഒരു താക്കീതുമാണ്. അതായത് സ്ത്രീകൾക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പം അതിന് സാക്ഷികളില്ലാതെ, അതായത് 4 സാക്ഷികളെ കാണാതെ നിങ്ങൾ സ്ത്രീകൾക്കെതിരെ അപവാദം പറയാൻ പാടില്ല എന്നുള്ളത് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുകയാണ്. ഓക്കെ, ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു വഹിയായിട്ട് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വെക്കുകയും ചെയ്തു. ഓക്കെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി കഥയിലേക്ക് പോവുകയാണ്. ഇനി കഥ അങ്ങനെ വായിച്ചു പോവുകയുള്ളൂ, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم. തീർച്ചയായും ആ കള്ളവാർത്തയും കൊണ്ടുവന്നവർ നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘം തന്നെയാകുന്നു. അത് നിങ്ങൾക്ക് ദോഷകരമാണെന്ന് നിങ്ങൾ കണക്കാക്കേണ്ട, അല്ലാതെ നിങ്ങൾക്ക് ഗുണകരം തന്നെയാകുന്നു. അവരിൽ ഓരോ ആൾക്കും താൻ സമ്പാദിച്ച പാപം ഉണ്ടായിരിക്കുന്നതാണ്. അവരിൽ അതിന്റെ നേതൃത്വം ഏറ്റെടുത്തവൻ ആരോ അവനാണ് ഭയങ്കര ശിക്ഷയുള്ളത്. നിങ്ങൾ അത് കേട്ട സമയത്ത് സത്യവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും തങ്ങളുടെ സ്വന്തം ആളുകളെ പറ്റി എന്തുകൊണ്ട് നല്ലത് വിചാരിക്കുകയും ഇത് വ്യക്തമായ നുണ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തില്ല? അവർ എന്തുകൊണ്ട് അതിന് 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? എന്നാൽ അവർ സാക്ഷികളെ കൊണ്ടുവരാത്തതിനാൽ അവർ തന്നെയാകുന്നു അള്ളാഹുവിങ്കൽ വ്യാജവാദികൾ. ഇഹലോകത്തും പരലോകത്തും നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സംസാരത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ ഭയങ്കരമായ ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ നാവുകൾ കൊണ്ട് അത് ഏറ്റുപറയുകയും നിങ്ങൾക്കൊരു വിവരമില്ലാത്തത് നിങ്ങളുടെ വായ കൊണ്ട് മൊഴിയുകയും ചെയ്തിരുന്ന സന്ദർഭം അതൊരു നിസാര കാര്യമാണെന്ന് നിങ്ങൾ ഗണിക്കുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ അത് ഗുരുതരമാകുന്നു. നിങ്ങൾ അത് കേട്ട സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ പാടുള്ളതല്ല, അള്ളാഹുവാണ് നീ എത്ര പരിശുദ്ധൻ, ഇത് ഭയങ്കരമായ ഒരു അപവാദം തന്നെയാകുന്നു എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ ഇതുപോലുള്ളത് ഒരിക്കലും നിങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരികയും ചെയ്യുന്നു. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. തീർച്ചയായും സത്യവിശ്വാസികൾക്കിടയിൽ ദുർവൃത്തി പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ആരോ അവർക്കാണ് ഇഹത്തിലും പരത്തിലും വേദനയേറെ ശിക്ഷയുള്ളത്. അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യം നിങ്ങളുടെ മേൽ ഇല്ലാതിരിക്കുകയും അള്ളാഹു ദയാലുവും കരുണാനിധിയും അല്ലാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു? സത്യവിശ്വാസികളെ, പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്. വല്ലവനും പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്ന പക്ഷം തീർച്ചയായും അവൻ പിശാച് കൽപ്പിക്കുന്നത് നീചവൃത്തിയും ദുരാചാരവും ചെയ്യാനായിരിക്കും. നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഒരാളും ഒരിക്കലും പരിശുദ്ധി പ്രാപിക്കുകയില്ലായിരുന്നു. പക്ഷെ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് പരിശുദ്ധി നൽകുന്നു. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ളവർ കുടുംബബന്ധമുള്ളവർക്കും സാധുക്കൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വദേശം കഴിഞ്ഞു വരുന്നവർക്കും ഒന്നും കൊടുക്കുകയില്ലെന്ന് ശപഥം ചെയ്യരുത്. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ചയും കാണിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. പതിവ്രതകളും ദുർവൃത്തിയും ഓർക്കുക പോലും ചെയ്യാത്തവരുമായ സത്യവിശ്വാസിനികളെ പറ്റി ദുരാരോപണം നടത്തുന്നവരാരോ അവർ ഇഹത്തിലും പരത്തിലും ശപിക്കപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അവർക്ക് ഭയങ്കരമായ ശിക്ഷയുണ്ട്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവരുടെ നാവുകളും അവരുടെ കൈകളും അവരുടെ കാലുകളും അവർക്കെതിരെ സാക്ഷി പറയുന്ന ദിവസത്തിലത്രേ അത് ശിക്ഷ. അന്ന് അള്ളാഹു അവർക്ക് അവരുടെ യഥാർത്ഥ പ്രതിഫലം നിറവേറ്റി കൊടുക്കുന്നതാണ്. അള്ളാഹു തന്നെയാണ് പ്രത്യക്ഷമായ സത്യമെന്ന് അവർ അറിയുകയും ചെയ്യും. ദുഷിച്ച സ്ത്രീകൾ ദുഷിച്ച പുരുഷന്മാർക്കും ദുഷിച്ച പുരുഷന്മാർ ദുഷിച്ച സ്ത്രീകൾക്കുമാകുന്നു. നല്ല സ്ത്രീകൾ നല്ല പുരുഷന്മാർക്കും നല്ല പുരുഷന്മാർ നല്ല സ്ത്രീകൾക്കുമാകുന്നു. ഇവർ ദുഷ്ടന്മാർ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ അവർ നല്ലവർ നിരപരാധികളാവുന്നു. അവർക്ക് പാപമോചനവും മാന്യമായ ഉപജീവനവും ഉണ്ടായിരിക്കും. സത്യവിശ്വാസികളെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ കടക്കരുത്. നിങ്ങൾ അനുവാദം തേടുകയും ആ വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ. അതാണ് നിങ്ങൾക്ക് ഗുണകരം. നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി എത്ര ഇത് പറയുന്നത്. ഇനി നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മതം കിട്ടുന്നത് വരെ നിങ്ങൾ അവിടെ കടക്കരുത്. നിങ്ങൾ തിരിച്ചു പോകുമെന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ തിരിച്ചു പോകണം. അതാണ് നിങ്ങൾക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അറിവുള്ളവനാകുന്നു. ആൾ പാർപ്പില്ലാത്തതും നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗമുള്ളതുമായ ഭവനങ്ങളിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് കുറ്റമില്ല. നിങ്ങൾ വെളിപ്പെടുത്തുന്നതും നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അള്ളാഹു അറിയുന്നു. നബിയെ, നീ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും പറയുക. അതാണ് അവർക്ക് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു.
സത്യവിശ്വാസികൾ സത്യവിശ്വാസിനികളോടും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് മറ്റൊന്നും വെളിപ്പെടുത്താതിരിക്കുവാനും നീ പറയുക. അവരുടെ മക്കനകൾ പായമാറുകൾക്ക് മീതെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ പിതാക്കൾ, അവരുടെ ഭർത്തൃപിതാക്കൾ, അവരുടെ പുത്രന്മാർ, അവരുടെ ഭർത്തൃപുത്രന്മാർ, അവരുടെ സഹോദരന്മാർ, അവരുടെ സഹോദരപുത്രന്മാർ, അവരുടെ സഹോദരി പുത്രന്മാർ, മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, അവരുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയ അടിമകൾ, ലൈംഗികാസക്തി ഉള്ളവരല്ലാത്ത പുരുഷന്മാരായ പരിചാരകർ, സ്ത്രീകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ എന്നിവരൊഴിച്ച് മറ്റാർക്കും തങ്ങളുടെ ഭംഗി അവർ വെളിപ്പെടുത്തരുത്. തങ്ങൾ മറച്ചുവെക്കുന്ന തങ്ങളുടെ അലങ്കാരം അറിയപ്പെടുവാൻ വേണ്ടി അവർ കാലിട്ടടിക്കുകയും ചെയ്യരുത്. സത്യവിശ്വാസികളെ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. നിങ്ങളിലുള്ള അവിവാഹിതരെയും നിങ്ങളുടെ അടിമകളിൽ നിന്നുള്ള അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരെയും നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുത്തുക. അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം നൽകുന്നതാണ്. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും സർവജ്ഞനുമത്രേ. വിവാഹം കഴിക്കാൻ കഴിവ് ലഭിക്കാത്തവർ അവർക്ക് അള്ളാഹു തന്റെ അനുഗ്രഹത്തിൽ നിന്ന് സ്വാശ്രയത്വം നൽകുന്നതുവരെ സന്മാർഗനിഷ്ഠ നിലനിർത്തട്ടെ. നിങ്ങളുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയവരിൽ അടിമകളിൽ നിന്ന് മോചന കരാറിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരാരോ അവരുമായി നിങ്ങൾ മോചന കരാറിൽ ഏർപ്പെടുക. അവരിൽ നന്മയുള്ളതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്യുക. അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് അവർക്ക് നിങ്ങൾ നൽകി സഹായിക്കുകയും ചെയ്യുക. നിങ്ങളുടെ അടിമ സ്ത്രീകൾ ചാരിത്രശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐഹിക ജീവിതത്തിന്റെ വിഭവം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അവരെ വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കരുത്. വല്ലവനും അവരെ നിർബന്ധിക്കുന്ന പക്ഷം അവർ നിർബന്ധിതരായി തെറ്റ് ചെയ്തതിനു ശേഷം തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു. തീർച്ചയായും നിങ്ങൾക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയവരുടെ ചരിത്രത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങളും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഉപദേശവും അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അള്ളാഹു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാകുന്നു. അവന്റെ പ്രകാശത്തിന്റെ ഉപമേത ചുമരിൽ വിളക്ക് വെക്കുവാനുള്ള ഒരു മാടം, അതിലൊരു വിളക്ക് ഒരു സ്ഫടികത്തിനകത്ത്, സ്ഫടികം ഒരു ജ്വലിക്കുന്ന നക്ഷത്രത്തെ പോലെയായിരിക്കുന്നു. അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്നാണ് അതിന് വിളക്കിന് ഇന്ധനം നൽകപ്പെടുന്നത്. അതായത് കിഴക്ക് ഭാഗത്തുള്ളതോ പടിഞ്ഞാറ് ഭാഗത്തുള്ളതോ അല്ലാത്ത ഒലിവ് വൃക്ഷത്തിൽ നിന്ന്. അതിന്റെ എണ്ണ തീ തട്ടിയിട്ടില്ലെങ്കിൽ പോലും പ്രകാശിക്കുമാറാകുന്നു. അങ്ങനെ പ്രകാശത്തിന്മേൽ പ്രകാശം. അള്ളാഹു തന്റെ പ്രകാശത്തിലേക്ക് താൻ ഉദ്ദേശിക്കുന്നവരെ നയിക്കുന്നു. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഉപമകൾ വിവരിച്ചു കൊടുക്കുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും അറിവുള്ളവനത്രേ. ഇതാണ് ഈ സൂറത്തിന്റെ 100 എന്ന് പറയുന്ന സൂറത്തിന്റെ ആധാരം. അള്ളാഹുവിന്റെ പ്രകാശം, അതാണ് പ്രകാശത്തിന് മുകളിൽ പ്രകാശമാണ് അള്ളാഹുവിൻ്റെത് എന്നുള്ളതാണ്. ഓക്കെ. ചില ഭവനങ്ങളിൽ അത്രേ ആ വെളിച്ചമുള്ളത്. അവ ഉയർത്തപ്പെടാനും അവയിൽ തന്റെ നാമം സ്മരിക്കുവാനും അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. അവയിൽ രാവിലെയും സന്ധ്യാസമയങ്ങളിലും അവന്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് രാവിലെ ഫജറിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നമ്മള് അദ്കാർ ചെല്ലണമെന്നും ഈവനിങ്ങില് മഗ്‌രിബ് ആവുന്നതിന് മുമ്പ് അദ്കാർ ചെല്ലണമെന്നും പറയുന്നത്. ഓക്കെ. ചില ആളുകൾ അള്ളാഹുവെ സ്മരിക്കുന്നതിൽ നിന്നും നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിൽ നിന്നും സക്കാത്ത് നൽകുന്നതിൽ നിന്നും കച്ചവടമോ ക്രയവിക്രയമോ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുകയില്ല. അതായത് അള്ളാഹുവിനെ സ്മരിക്കാനും നിസ്കാരം നിലനിർത്താനും ഒക്കെ സക്കാത്ത് നൽകാനും ഒക്കെ സത്യവിശ്വാസികൾ ശ്രമിക്കും എന്നുള്ളതാണ്. അവർക്ക് അവരുടെ കച്ചവടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒന്നും അതിനെ തടയുകയില്ല എന്നുള്ളതാണ്. ഹൃദയങ്ങളും കണ്ണുകളും ഇളകി മറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവർ പ്രവർത്തിച്ചതിനുള്ള ഏറ്റവും നല്ല പ്രതിഫലം നൽകുവാനും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് കൂടുതലായി നൽകുവാനും വേണ്ടി അത് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ തന്നെ നൽകുന്നു. അവിശ്വസിച്ചവരാകട്ടെ അവരുടെ കർമ്മങ്ങൾ മരുഭൂമിയിലെ മരീചിക പോലെയാകുന്നു. ദാഹിച്ചവൻ അത് വെള്ളമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അവൻ അതിനടുത്തേക്ക് ചെന്നാൽ അതിനെ അങ്ങനെ ഒന്നുള്ളതായി തന്നെ അവൻ കണ്ടെത്തുകയില്ല. എന്നാൽ തന്റെ അടുത്ത് അള്ളാഹുവെ അവൻ കണ്ടെത്തുന്നതാണ്. അപ്പോൾ അള്ളാഹു അവന്റെ കണക്ക് തീർത്തു കൊടുക്കുന്നതാണ്. അള്ളാഹു അതിവേഗം കണക്ക് നോക്കുന്നവനത്രേ. അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുകൾ പോലെയാകുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഉപമ. തിരമാല അതിനെ പൊതിയുന്നു, കടലിനെ പൊതിയുന്നു, അതിനു മീതെ വീണ്ടും തിരമാല, അതിനു മീതെ കാർമേഘം, അങ്ങനെ ഒന്നിനു മീതെ മറ്റൊന്നായി അനേകം ഇരുട്ടുകൾ. അവന്റെ കൈ പുറത്തേക്ക് നീട്ടിയാൽ അതുപോലും അവൻ കാണാറാകുകയില്ല. അള്ളാഹു ആർക്ക് പ്രകാശം നൽകിയിട്ടില്ലയോ അവന് യാതൊരു പ്രകാശവുമില്ല. ആകാശങ്ങളിലും ഭൂമിയിലുള്ളവരും ചിറക് നിവർത്തിപ്പിടിച്ചുകൊണ്ട് പക്ഷികളും അള്ളാഹുവിന്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നീ കണ്ടില്ലേ? ഓരോരുത്തരും തന്റെ പ്രാർത്ഥനയും കീർത്തനവും എങ്ങനെയെന്ന് അറിവുണ്ട്. അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹു അറിവുള്ളവനത്രേ. അള്ളാഹുവിനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം. അള്ളാഹുവിലേക്ക് തന്നെയാണ് മടക്കവും.
അള്ളാഹു കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരികയും എന്നിട്ട് അത് തമ്മിൽ സംയോജിപ്പിക്കുകയും എന്നിട്ട് അതിനെ അവൻ അട്ടിയാക്കുകയും ചെയ്യുന്നു എന്ന് നീ കണ്ടില്ലേ? അപ്പോൾ അതിനിടയിലൂടെ മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. ആകാശത്ത് നിന്ന് അവിടെ മലകൾ പോലെയുള്ള മേഘക്കൂമ്പാരങ്ങളിൽ നിന്ന് അവൻ ആലിപ്പഴം ഇറക്കുകയും എന്നിട്ട് താൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് അവൻ ബാധിപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് തിരിച്ചുവിടുകയും ചെയ്യുന്നു. അതിന്റെ മിന്നൽ വെളിച്ചം കാഴ്ചകൾ എടുക്കുമാറാകുന്നു. അള്ളാഹു രാവും പകലും മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായും അതിൽ കണ്ണുള്ളവർക്ക് ഒരു ചിന്താ വിഷയമുണ്ട്. എല്ലാ ജന്തുക്കളെയും അള്ളാഹു വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഉദരത്തിന്മേൽ ഇഴഞ്ഞു നടക്കുന്നവരുണ്ട്, 2 കാലുകളിൽ നടക്കുന്നവരുമാരിലുണ്ട്, 4 കാലുകളിൽ നടക്കുന്നവരുമാരിലുണ്ട്. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നു. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നാം അവതരിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നു. അവർ പറയുന്നു, ഞങ്ങൾ അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. പിന്നെ അതിനുശേഷം അവരിൽ ഒരു വിഭാഗം പിന്മാറിപ്പോകുന്നു. അവർ വിശ്വാസികളല്ല തന്നെ. അവർക്കിടയിൽ റസൂൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും അവർ വിളിക്കപ്പെട്ടാൽ അപ്പോഴതാ അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞു കളയുന്നു. ന്യായം അവർക്ക് അനുകൂലമാണെങ്കിലോ അവർ അദ്ദേഹത്തിന്റെ റസൂലിന്റെ അടുത്തേക്ക് വിധേയത്വത്തോടുകൂടി ഓടി വരികയും ചെയ്യും. അവരുടെ ഹൃദയങ്ങളിൽ വല്ല രോഗവുമുണ്ടോ? അതല്ല അവർക്ക് സംശയം പിടിപെട്ടിരിക്കുകയാണോ? അതല്ല അള്ളാഹും അവന്റെ റസൂലും അവരോട് അനീതി പ്രവർത്തിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ? അല്ല, അവർ തന്നെയാകുന്നു അക്രമികൾ. തങ്ങൾക്കിടയിൽ റസൂൽ തീർപ്പ് കൽപ്പിക്കുന്നതിനായി അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ സത്യവിശ്വാസികളുടെ വാക്ക് ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുക മാത്രമായിരിക്കും. അവർ തന്നെയാണ് വിജയികൾ. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുകയും അള്ളാഹുവെ ഭയപ്പെടുകയും അവനോട് സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയം നേടിയവർ. നീ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ അവർ പുറപ്പെടുക എന്ന് തന്നെ ചെയ്യുമെന്ന് അവർക്ക് സത്യം ചെയ്യാൻ കഴിയുന്ന വിധത്തിലെല്ലാം അള്ളാഹുവിന്റെ പേരിൽ അവർ സത്യം ചെയ്ത് പറഞ്ഞു. നീ പറയുക, നിങ്ങൾ സത്യം ചെയ്യേണ്ടതില്ല, ന്യായമായ അനുസരണമാണ് വേണ്ടത്. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. നീ പറയുക, നിങ്ങൾ അള്ളാഹുവെ അനുസരിക്കുവിൻ, റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവിൻ. എന്നാൽ നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം അദ്ദേഹം റസൂൽ ചുമതലപ്പെടുത്തപ്പെട്ട കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് ബാധ്യതയുള്ളത്. നിങ്ങൾക്ക് ബാധ്യതയുള്ളത് നിങ്ങൾ ചുമതല ഏൽപ്പിക്കപ്പെട്ട കാര്യത്തിലാണ്. നിങ്ങൾ അദ്ദേഹത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാം. റസൂലിന്റെ ബാധ്യത വ്യക്തമായ പ്രബോധനം മാത്രമാകുന്നു. നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവരുടെ മുമ്പുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ തന്നെ തീർച്ചയായും ഭൂമിയിൽ അവൻ അവർക്ക് പ്രാതിനിധ്യം നൽകുകയും അവർക്ക് അവൻ തൃപ്തിപ്പെട്ടു കൊടുത്ത അവരുടെ മതത്തിന്റെ കാര്യത്തിൽ അവർക്ക് അവൻ സ്വാധീനം നൽകുകയും അവരുടെ ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം പകരം നൽകുകയും ചെയ്യുന്നതാണെന്ന്. എന്നെയായിരിക്കും അവർ ആരാധിക്കുന്നത്, എന്നോട് യാതൊന്നും അവർ പങ്കുചേർക്കുകയില്ല. അതിനുശേഷം ആരെങ്കിലും നന്ദികേട് കാണിക്കുന്ന പക്ഷം അവർ തന്നെയാകുന്നു ധിക്കാരികൾ. നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സകാത്ത് നൽകുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം. സത്യനിഷേധികൾ ഭൂമിയിൽ അള്ളാഹയെ തോൽപ്പിച്ചു കളയുന്നവരാണെന്ന് നീ വിചാരിക്കരുത്. അവരുടെ വാസസ്ഥലം നരകമാകുന്നു. ചെന്നു ചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയവരും നിങ്ങളുടെ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്തവരും 3 സന്ദർഭങ്ങളിൽ നിങ്ങളോട് പ്രവേശനത്തിന് അനുവാദം തേടിക്കൊള്ളട്ടെ. പ്രഭാത നമസ്കാരത്തിന് മുമ്പും, ഉച്ച സമയത്തും, നിങ്ങളുടെ വസ്ത്രങ്ങൾ മാറ്റിവെക്കുന്ന സമയത്തും, ഇശാ നമസ്കാരത്തിന് ശേഷവും. അതായത് നമ്മുടെ റൂമിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കാൻ പാടില്ലാത്ത സമയങ്ങള്, അതായത് പ്രഭാത നമസ്കാരത്തിന് മുമ്പ്, അതായത് രാത്രിയിൽ നിന്ന് പുലർച്ചെ ആവുന്നതിന്റെ മുമ്പുള്ള സമയം, അതുപോലെ തന്നെ ഉച്ച സമയത്ത് ഉറങ്ങുമ്പോ, അതുപോലെ തന്നെ ഇശാ നമസ്കാരത്തിന് ശേഷവും. ഈ 3 സമയത്തും നമുക്ക് സ്ത്രീ പുരുഷന്മാർക്കിടയിൽ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിന്നെ ഇണകളാവുന്ന സമയങ്ങളാണ്. ആ സമയത്ത് ആളുകള് പുറത്തുനിന്ന് അനുവാദം ചോദിച്ചിട്ടല്ലാതെ വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്നുള്ളതാണൊക്കെ നിങ്ങളുടെ 3 സ്വകാര്യ സന്ദർഭങ്ങളൊക്കെ ഇത്. ഈ സന്ദർഭങ്ങൾക്ക് ശേഷം നിങ്ങൾക്കോ അവർക്കോ കൂടിക്കലർന്ന് ജീവിക്കുന്നതിന് യാതൊരു കുറ്റവുമില്ല. അവർ നിങ്ങളുടെ അടുത്ത് ചുറ്റി നടക്കുന്നവരത്രേ. നിങ്ങൾ അന്യോന്യം ഇടകലർന്ന് വർത്തിക്കുന്നു. അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നു. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. നിങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പ്രായപൂർത്തിയെത്തിയാൽ അവരും അവർക്ക് മുമ്പുള്ളവർ സമ്മതം ചോദിച്ചതുപോലെ തന്നെ സമ്മതം ചോദിക്കേണ്ടതാണ്. അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് അവന്റെ തെളിവുകൾ വിവരിച്ചു തരുന്നു. അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു. കുട്ടികളും അതേപോലെ തന്നെ അവര് വിവരം എത്തിക്കഴിഞ്ഞാല് അവരിതേപോലെ സമ്മതം ചോദിച്ചിട്ടല്ലാതെ ഉമ്മവാപ്പമാരുടെ അടുത്ത് പോലും അവര് റൂമിലേക്ക് കയറാൻ പാടില്ല എന്നുള്ളതാണ്. അവര് വാതിലിന് മുട്ടി സമ്മതം ചോദിച്ചിട്ടേ കയറാൻ പാടുള്ളൂ എന്നാണ്.
വിവാഹ ജീവിതം പ്രതീക്ഷിക്കാത്ത കിളവികളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യം പ്രദർശിപ്പിക്കാത്തവരായിക്കൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ മാറ്റിവെക്കുന്നതിൽ അവർക്ക് കുറ്റമില്ല. അവർ മാന്യത കാത്തു സൂക്ഷിക്കുന്നതാണ് അവർക്ക് കൂടുതൽ നല്ലത്. അള്ളാഹു എല്ലാം കേൾക്കുന്നതിനും അറിയുന്നവനും ആകുന്നു. അതായത് പ്രായമായി വയസ്സായി അവർക്ക് പിന്നെ അവരുടെ സൗന്ദര്യമൊക്കെ നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് അവരുടെ മൂടുപടം മാറ്റിവെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അവര് സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് എന്നുള്ളതാണ്. അന്ധന്റെ മേൽ കുറ്റമില്ല, മുടന്തന്റെ മേലും കുറ്റമില്ല, രോഗിയുടെ മേലും കുറ്റമില്ല. നിങ്ങളുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ പിതാക്കളുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ മാതാക്കളുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ സഹോദരന്മാരുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ സഹോദരിമാരുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ പൃഥ്വിമാരുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ അമ്മായികളുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ അമ്മാവന്മാരുടെ വീടുകളിൽ നിന്നോ നിങ്ങളുടെ മാതൃ സഹോദരികളുടെ വീടുകളിൽ നിന്നോ താക്കോലുകൾ നിങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന വീടുകളിൽ നിന്നോ നിങ്ങളുടെ സ്നേഹിതന്റെ വീടുകളിൽ നിന്നോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കുറ്റമില്ല. നിങ്ങൾ ഒരുമിച്ചോ വെവ്വേറെയോ ഭക്ഷണം കഴിക്കുന്നതിലും നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാൽ നിങ്ങൾ വല്ല വീടുകളിൽ പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും പാവനമായ ഒരു ഉപചാരവും എന്ന നിലയിൽ നിങ്ങൾ അന്യോന്യം സലാം പറയണം. നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടി അപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നു. അന്നത്തെ കാലത്ത് സഹാബികൾ ചോദിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ എവിടേക്ക് പോകാൻ പറ്റും, ഞങ്ങൾക്ക് എവിടുന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും? കാരണം എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ വരുന്നത് കൊണ്ട് അവർക്ക് സംശയമായിരുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വിവരിച്ചു കൊടുത്തതാണ്. നമുക്ക് എല്ലാ കുടുംബങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനോ അവിടെ പോകുന്നതിനോ ഒന്നും കുഴപ്പമൊന്നുമില്ല. അവരോട് സലാം പറഞ്ഞിട്ട് വേണം നിങ്ങൾ വീട്ടിലേക്ക് കയറാൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, ഒറ്റക്കൊറ്റക്ക് ഭക്ഷണം കഴിക്കാം, ഇതൊന്നും തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയും. അള്ളാഹുലും അവന്റെ റസൂലിലും വിശ്വസിച്ചവർ മാത്രമാകുന്ന സത്യവിശ്വാസികൾ. അദ്ദേഹത്തോടൊപ്പം അവർ വല്ല പൊതുകാര്യത്തിലും ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാതെ അവർ പിരിഞ്ഞു പോവുകയില്ല. തീർച്ചയായും നിന്നോട് അനുവാദം ചോദിക്കുന്നവരാരോ അവരാകുന്നു അള്ളാഹുലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നവർ. അങ്ങനെ അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പിരിഞ്ഞു പോകുവാൻ അവർ നിന്നോട് അനുവാദം ചോദിക്കുകയാണെങ്കിൽ അവരിൽ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അനുവാദം നൽകുകയും അവർക്ക് വേണ്ടി നീ അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. നിങ്ങൾക്കിടയിൽ റസൂലിന്റെ വിളിയെ നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്നത് പോലെ നിങ്ങൾ ആക്കി തീർക്കരുത്. മറ്റുള്ളവരുടെ മറ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ചോർന്നു പോകുന്നവരെ അള്ളാഹു അറിയുന്നുണ്ട്. ആകയാൽ അദ്ദേഹത്തിന് കൽപ്പനയ്ക്ക് എതിർ പ്രവർത്തിക്കുന്നവർ തങ്ങൾക്ക് വല്ല ആപത്തും വന്നു ഭവിക്കുകയോ വേദനയേറെ ശിക്ഷ ബാധിക്കുകയോ ചെയ്യുന്നത് സൂക്ഷിച്ചു കൊള്ളട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ എല്ലാവരും വിളിക്കുന്ന പോലെ വിളിക്കാൻ പാടില്ല എന്നുള്ളതാണൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടല്ലാതെ നമ്മൾ റസൂലിനെ വിളിക്കാൻ പാടില്ല. അറിയുക, തീർച്ചയായും അള്ളാഹുവിനുള്ളതാകുന്നു ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം. നിങ്ങൾ ഏതൊരു നിലപാടിലാണെന്ന് അവനറിയാം. അവങ്കിലേക്ക് അവർ മടക്കപ്പെടുന്ന ദിവസം അവനറിയാം. അപ്പോൾ അവർ പ്രവർത്തിച്ചതിനെ പറ്റി അവർക്ക് അവൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അള്ളാഹു ഏത് കാര്യത്തെ പറ്റിയും അറിവുള്ളവനത്രേ. അൽഹംദുലില്ലാഹ്. ഇത്രയാണ് ഈ ഭാഗത്തുള്ളത്. സൂറത്തുൻ നൂർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു തരട്ടെ. ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് അറിയാതെയോ സംഭവിച്ചപ്പോ എല്ലാ തെറ്റുകളും തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത് സ്ത്രീകളാണെന്നാണ് പറയുന്നത്. കാരണം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാതും നൽകിയിട്ടുണ്ട്. സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്, സീനത്ത് കൊടുത്തിട്ടുണ്ട്, ഭർത്താക്കന്മാരെ ആകർഷിക്കാനുള്ള എല്ലാ കഴിവുകളും കൊടുത്തിട്ടുണ്ട്, അല്ലെ? എല്ലാതും കൊടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് കരുണ കാണിക്കാനാണ് പുരുഷന്മാരോട് കൽപ്പിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടുള്ള നമ്മള് പക്ഷെ നമ്മൾ ആ അനുഗ്രഹത്തെ നമ്മൾ വില വെക്കാറില്ല. ഒരിക്കലും നമുക്ക് അതിന്റെ ഒരു വിലയോ വാല്യൂ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കല് അത്രയും വാല്യൂ ഉള്ളത് കൊണ്ടാണ് ആയിഷാ ബീവിക്ക് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയിട്ട് സത്യവിശ്വാസിനികളോട്, അതായത് സത്യവിശ്വാസികളായ സ്ത്രീകളോട് നിങ്ങൾ എന്ത് നിലപാടിലാണ് നിൽക്കേണ്ടതെന്നും അവരെ കുറിച്ച് എന്തെങ്കിലും അപവാദങ്ങൾ കേട്ടാല് 4 സാക്ഷികളില്ലാതെ ആ അപവാദത്തിനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ പല ആളുകളെ പറ്റിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കേൾക്കുമ്പോഴൊക്കെ കേട്ട് നിൽക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളെ നല്ല സൂക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. നമ്മൾ നല്ലപോലെ അള്ളാഹുവിനോട് പാപമോചനം നല്ലോണം. കാരണം അറിഞ്ഞുകൊണ്ട് അറിയാതെ നമ്മളെ ചെവി കൊണ്ടോ നമ്മളെ കണ്ണുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ പറയുകയോ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും.
ഒരു കുടുംബത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് കൂടിക്കഴിഞ്ഞാൽ ഒരാളെ കുറിച്ചെങ്കിലും ഒന്നും പറയാതെ അവിടുന്ന് ഇറങ്ങിപ്പോരൂല. എന്തെങ്കിലും നമ്മളെ വായിൽ നിന്ന് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ എപ്പോഴും ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുക്കൽ അതൊക്കെ ഗുരുതരമായ പാപമാകുന്നു എന്നാണ്. ഗുരുതരമാണ് അതിന്റെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു നിസാരമെന്ന് നമ്മൾ കരുതും, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കല് അത് ഏറ്റവും വലിയ വൻ പാപത്തിൽപ്പെട്ടതാണ്. സത്യവിശ്വാസികളെ കുറിച്ചിട്ട് എന്തെങ്കിലും നമ്മൾ അനാവശ്യങ്ങൾ പറയുക എന്ന് പറയുന്നത്. അപ്പം ഇത് നമുക്ക് നൽകിയ ഒരു പാഠം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പ് നൽകട്ടെ. അറിവില്ലാത്ത പ്രായത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കുകയോ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ പാപങ്ങളൊക്കെ പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ. ഈ ഒരു നല്ല ദിവസങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല പാപമോചനം നൽകിയവരുടെ കൂട്ടത്തിൽ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മളിൽ നിന്ന് വിട്ടുപോയവർക്കും നമ്മുടെ സന്തതി പരമ്പരകൾക്കും നമ്മുടെ ഇണകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സഹോദരങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും എല്ലാ സത്യവിശ്വാസികൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من الصالحين رب هب لي من لدنك ذرية طيبة انك السميع الدعاء. يا غني الله غنني بفضلك من سواك ربي انزلني منزل مبارك انت خير المنزلين. اللهم استر ولا تؤثر وتمم بالخير ربي انزلني منزل مبارك انت خير المنزلين. سبحان الله الحمد لله لا اله الا الله الله اكبر ولا حول ولا قوة الا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني امين يا رب العالمين. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. اللهم انا نسألك جنات الفردوس الاعلى. ربي اني لما انزلت من خير فقير. ربنا اتنا من لدنك رحمة وهب لنا من امرنا رشدا. رب اشرح لي صدري ويسر لي امري. اللهم لا سهل الا ما جعلته سهلا وانت تجعل الحسن اذا شئت سهلا. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങൾ നാവ് കൊണ്ടോ ഞങ്ങളെ മനസ്സുകൊണ്ടോ ഞങ്ങളെ ഹൃദയങ്ങൾ കൊണ്ടോ ഞങ്ങളെ കണ്ണുകൾ കൊണ്ടോ അള്ളാഹുവെ നീ തൃപ്തിപ്പെടാത്ത എന്തെങ്കിലും ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് തരണമേ. കഴിഞ്ഞു പോയ സമൂഹങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണമേ. ഞങ്ങളെ മാതാപിതാക്കൾക്കും ഞങ്ങളെ സഹോദരങ്ങൾക്കും ഞങ്ങളെ സന്തതി പരമ്പരകൾക്കും ഞങ്ങളെ ഇണകളിലും അള്ളാഹുവെ ഞങ്ങളെ സ്നേഹിക്കുക എല്ലാവർക്കും അള്ളാഹുവെ നീ പുറത്ത് മാപ്പ് നൽകണമേ. ഇഹലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ രാടുമകളാകാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. اللهم انك عفو تحب العفو فاعف عني. اللهم انك عفو تحب العفو فاعف عني. اللهم انك عفو تحب العفو فاعف عنا. امين. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. اللهم ارحمني يا ارحم الراحمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم انك عفو تحب العفو فاعف عنا. امين 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 برحمتك يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. امين 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 برحمتك يا ارحم الراحمين. جزاكم الله خير. اللهم بارك. السلام عليكم ورحمة الله وبركاته. وعليكم السلام.